ഒരു വർഗീയ ലഹള ചാലക്കമ്പോളം കത്തുന്നത് ഞാൻ പത്രപ്രവർത്തകനായി മാതൃഭൂമിയിലും കൊണ്ട് കയറിയ സമയത്ത് കയറിയിട്ട് അധികം കാലമാകുന്നതിന് മുമ്പായിരുന്നു. ചാലക്കമ്പോളം കത്തിയെരിയുന്ന ഒരു കാലഘട്ടം, ഒരു ദിവസം, ഒരു രാത്രി വർഗീയ ആക്രമണമാണ്. അതിനു മുമ്പ് ഒരു വിഭാഗം ആക്രമണം നടത്തി. അതിന് മറുപടിയായിട്ട് വൈകുന്നേരം തിരിച്ചാക്രമണം നടത്തുന്നു. പോലീസ് നോക്കി നിൽക്കുകയാണ്. അന്ന് മാതൃഭൂമിയിലെ ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ ടി വേണുഗോപാലൻ, ഞങ്ങൾ വേണുവേട്ടനെന്ന് വിളിക്കും, അദ്ദേഹം ഞങ്ങളെല്ലാം കൂടിയാണ്, ഞങ്ങളെല്ലാം കൂടെ നിൽക്കും ഇപ്പോൾ എത്ര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നറിയാൻ വേണ്ടി. പേജ് എങ്ങനെ മേക്കപ്പ് അതൊരു കലയാണ്. ഇപ്പോൾ വേണുവേട്ടൻ അതിൻ്റെ ഒരു ആശാനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മനോഹരമായിട്ട് ഈ പേജൊക്കെ ഉണ്ടാക്കുന്നതും. അപ്പം ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറുണ്ട് രാജൻ പൊതുവാൾ പോയി ചാലക്കമ്പോളം കത്തിയിരുന്ന അതിഭീകരമായ ഒരു നാട് കത്തുക, ഒരു സിറ്റിയുടെ ഒരു ഭാഗം കത്തുകയാണ്. തീ ഇങ്ങനെ ആളൊക്കെ ദൂരെ നിന്ന് പോലും കാണാം. കടകൾക്കെല്ലാം തീ കത്തിക്കുക. ആ ഫോട്ടോ അങ്ങോട്ടിട്ടിട്ട് ചാലക്കമ്പോളം കത്തിയെരിയുന്നു, പോലീസ് നോക്കി നിൽക്കുന്നു എന്നാണ് ഞങ്ങളുടെ മെയിൻ ഹെഡിങ്, ഒന്നാം പേജിലെ. അപ്പോഴത്തേക്ക് രാത്രി അപ്പോൾ തിരുവനന്തപുരം മാതൃഭൂമി എഡിഷൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ട് കുറേ മാസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ പത്രമെല്ലാം കുറേ ഇങ്ങനെ അച്ചടിച്ച് എല്ലാം പോകാൻ തുടങ്ങുന്നു. അന്നേരമാണ് പട്ടാളം ഇറങ്ങിയത്. പട്ടാളത്തിൻ്റെ വേഗതയും അവർ തോക്കുമായിട്ടാണ് ഇറങ്ങുന്നത്. അവർ കണ്ടാൽ ഉടനെ വെടിവെക്കും. അങ്ങനെ പട്ടാളം എല്ലാ സന്നാഹങ്ങളുമായിട്ട് ഇറങ്ങി ഈ നഗരം മുഴുക്കയും പരക്കുന്നു. അപ്പോഴേക്ക് അക്രമികളെല്ലാം ഓടുന്നു. അപ്പം വർഗീയ ലഹള ഉണ്ടാക്കുമ്പോൾ ശക്തമായ പോലീസ് ആക്രമണം അതാണ് വേണ്ടത്. അത് മുഖം നോക്കാതെ നടപടിയെടുക്കണം. രണ്ടു കൂട്ടരെയും അടിക്കണം, വേണമെങ്കിൽ വെടിവെക്കണം. എങ്കിൽ മാത്രമേ അടിച്ചമർത്താൻ പറ്റുകയുള്ളൂ. പക്ഷേ അന്നത്തെ മുഖ്യമന്ത്രി ആദ്യം ഒരു ഉദാസീനത കാണിച്ചു. അതൊക്കെ ഞാനങ്ങനെ എഴുതിയിട്ടുള്ളതാണ്. പോലീസ് ബാരക്കിൽ നിന്ന് ഇറങ്ങിയില്ല, പോലീസ് സ്റ്റേഷനിൽ ഒതുങ്ങി, പട്ടാളത്തെ വിളിച്ചില്ല. പക്ഷേ തീ കത്തി, ആളിക്കത്തി, സംഭവം വഷളാകുന്നു എന്ന് കണ്ടപ്പോഴേക്ക് പട്ടാളത്തെ വിളിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് നിർബന്ധിതമായി. പട്ടാളം ഇറങ്ങി. അന്ന് എനിക്ക് തോന്നുന്നു പോലീസ് DIG PJ അലക്സാണ്ടർ ആയിരുന്നു. അദ്ദേഹത്തിന് ചുമതല കൊടുത്തു, അടിച്ചമർത്താൻ പറഞ്ഞു. അദ്ദേഹവും പോലീസിനെ മുഴുക്കി രംഗത്തിറക്കി. അതിവേഗം നഗരം ശാന്തമാക്കി. ഞങ്ങളുണ്ടല്ലോ, മാതൃഭൂമി ആ പത്രം പുറത്തിറക്കിയില്ല. അതെ, ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പത്രം സൂക്ഷിച്ച് വെക്കപ്പെടേണ്ട പത്രമാണ്. ആ പത്രം പുറത്തിറങ്ങിയില്ല, ഉണ്ടാക്കി അച്ചടിച്ചു.